ഡിജിറ്റൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബൈക്കിൻ്റെയൊക്കെ ഷോക്ക് അബ്സോർബ് ഓട്ടോഡെസ്ക് ഇൻവെൻറ്റർ ഉപയോഗിച്ചിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം നോക്കാം. ഇത് കുറച്ച് ലോങ് വീഡിയോ ആയതുകൊണ്ട് ഓരോ പാർട്ടിനും ഓരോ വീഡിയോ ആയിട്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതിന് നമുക്ക് ആദ്യം വീഡിയോയിൽ കിടക്കാം. ആദ്യത്തെ നമുക്ക് ബേസ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഫയല്, ന്യൂ, സ്റ്റാൻഡേർഡ് ക്രിയേറ്റ്. എന്നിട്ട് നമുക്ക് 2D സ്കെച്ച് ക്രിയേറ്റ് ചെയ്യാം. എക്സെറ്റ് പ്ലെയിൻ സെലക്ട് ചെയ്തിട്ട് സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം. ആദ്യം സർക്കിൾ ഡയമീറ്റർ 45 ഫിനിഷ് സ്കെച്ച് കൊടുക്കാം. എക്സ്ട്രൂഡ് അപ് ടു 3 mm. ഓക്കെ, ഒരു ഫേസ് സെലക്ട് ചെയ്യാം. അഗൈൻ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം 10 mm. Again finish sketch, extrude up to 70 mm. അടുത്ത ഫേസ് ബാക്ക് സ്പേസ് സെലക്ട് ചെയ്തിട്ട് ഒരു അഗൈൻ സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം 24 mm. എക്സ്ട്രൂഡ് അപ് ടു 28 mm. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ എഡ്ജിൽ ഒരു ചാംഫർ കൊടുക്കാം 6 mm. അപ്ലൈ, ക്യാൻസൽ. നമുക്ക് ഇതിൻ്റെ ഒരു സെൻറ്റർ പ്ലെയിൻ സെലക്ട് YZ പ്ലെയിൻ സെലക്ട് ചെയ്തു. ക്രിയേറ്റ് സ്കെച്ച്. നമുക്ക് ഇതിൻ്റെ സെക്ഷൻ വ്യൂ എടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം ഒരു സെൻറ്റർ ലൈൻ ക്രിയേറ്റ് ചെയ്യാം. സെൻറ്റർ ലൈൻ എന്നിട്ട് നമുക്ക് ഒരു റെക്റ്റാങ്കിൾ വരച്ചു കൊടുക്കാം. മിറർ ചെയ്യാം. അതിനെ സെൻറ്റർ റെക്റ്റാങ്കിളിനെ മിറർ ചെയ്യാം. മിറർ ലൈനായിട്ട് നമുക്ക് ഈ സെൻറ്റർ ലൈൻ ക്ലിക്ക് കൊടുത്തിട്ട് അപ്ലൈ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ലെങ്ത് ഡയമെൻഷൻ ഒന്ന് സെറ്റ് ചെയ്യാം. ഇതുവരെ 20 mm. ഈ രണ്ടെണ്ണത്തിൻ്റെ ഗ്യാപ്പ് വന്നിട്ട് 15 mm. ഇതിൻ്റെ ലെങ്ത് നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ഓക്കെ, ഫിനിഷ് സ്കെച്ച് കൊടുക്കാം. എക്സ്ട്രൂഡിൽ കട്ട്, ബോത്ത് സൈഡ് സിമെട്രിക് ആയിട്ടുള്ള കട്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കട്ടിങ്ങിലുള്ള ഫേസ് സെലക്ട് ചെയ്തിട്ട് സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം. ആദ്യം ഇവിടെ ഒരു സെൻറ്റർ ലൈൻ ഒന്ന് ക്രിയേറ്റ് ചെയ്തുവിടാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഇവിടെ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം. സെൻറ്റർ ലൈൻ മാറ്റിയിട്ട് ഇതിൻ്റെ ഡയമെൻഷൻ 8 mm. ലെങ്ത് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് 10 mm. നമുക്ക് പാരാമീറ്റർ സെറ്റ് ചെയ്യാം. ഓക്കെ, ഫിനിഷ് സ്കെച്ച്, എക്സ്ട്രൂഡ്, കട്ട്, ഓൾ കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ അലുമിനിയം പോളിഷ് ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ XZ പ്ലെയിൻ എടുക്കണം. ഇതിൻ്റെ XY പ്ലെയിൻ സെലക്ട് ചെയ്യാം. ക്രിയേറ്റ് സ്കെച്ച് കൊടുക്കാം. ഇതിൻ്റെ നമുക്ക് ഹാഫ് സെക്ഷൻ വ്യൂ നോക്കാം. സർക്കിൾ, അഗൈൻ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം. ഇതിൻ്റെ സെൻറ്റർ ലൈൻ നോക്കിയിട്ട് അവിടെ തന്നെ 18 mm. ഫിനിഷ് സ്കെച്ച് കൊടുക്കാം. എക്സ്ട്രൂഡ് ചെയ്യാം. സർക്കിളിൻ്റെ എക്സ്ട്രൂഡ് ചെയ്യാം 25 mm. സിമെട്രിക്കല് ബോത്ത് സൈഡാണ് 25 mm.
ഫിനിഷ് സ്കെച്ച് കൊടുക്കാം. ഇതിൽ നമുക്കൊരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്ലാസ്റ്റിക്കിന്റെ കോട്ടിങ് പോലെ കൊടുക്കാൻ പറ്റാം. ഓക്കെ, സർക്കിൾ ഇത് ഈ ഫേസ് സെലക്ട് ചെയ്യാം. ഇതിന്റെ റോഡിന്റെ ബോത്ത് കൺട്രോൾ അമർത്തിയിട്ട് രണ്ട് സൈഡും സെലക്ട് ചെയ്യാം. ഓക്കെ, ബ്ലാക്ക് കൊടുക്കാം. ഓക്കെ, ടിക്ക് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിന്റെ ബാക്കി പാർട്ട് ടോപ്പ് റോഡ് ക്രിയേറ്റ് ചെയ്യലാണ്. എന്തെങ്കിലും അഭിപ്രായം നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഗൈസ്.